പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. ഇവിടെ നോക്കിയോ, കറക്റ്റ് കൊണ്ട് വെച്ചു കൊടുക്കണം. നീ തട്ടണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് തട്ടിത്തരാം എന്നുള്ള രീതിയിൽ കൊണ്ട് വെച്ചു കൊടുക്കണം. പോയി ചത്തുടടാ, മനസ്സിലായി? ഇങ്ങനെ തിരിഞ്ഞ് അവൾക്ക് വേണേൽ നേരെ നിൽക്കാം. ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് അവളുടെ മാടം കൊണ്ട് ഇടിക്കുകയാണ് അതിനകത്ത്. അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കി. ആ മനുഷ്യൻ പോയി, അപമാനം താങ്ങാനാവാതെ ആ മനുഷ്യൻ കയറി തൂങ്ങി ചത്തു. പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും. പച്ചക്ക് വെട്ടുകീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തൊലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺ ശവങ്ങൾ. ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പെർവേർട്ടുകൾ അടങ്ങരുത്. ഫോൺ തൂക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കയറ്റ്. അങ്ങോട്ട് കുത്തിക്കയറട്ടെ, ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. റീച്ചിന് വേണ്ടിയിട്ട് പാവം പിടിച്ചൊരു മനുഷ്യൻ എന്തോ എന്നെ ലൈംഗികപരമായിട്ട് തൊട്ടു എന്ന് കരുതി എന്ന് ആക്കി തീർത്തുകൊണ്ട് നീയൊക്കെ റീലിട്ടു. അവസാനം അയാൾ കയറി തൂങ്ങി. അപ്പൊ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ഇവരുടെയൊക്കെ ഉദ്ദേശം മറ്റൊന്നുമല്ല, റീച്ച് ആകുക. എന്ത് തേങ്ങ പറഞ്ഞാലും ഇതുപോലെ കൊണ്ടുവന്ന് റീച്ച്. ഇവിടെ ഞാൻ ചെയ്തത് മോശമായെന്ന് നിനക്കെങ്കിലും തോന്നില്ലേ? ഏയ് ഒരിക്കലുമില്ല. ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു പേര് പറയും, തന്തയില്ലായിക.